വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലായി വരേണ്ട ഫോട്ടോ കൊളാഷ് തയ്യാറാക്കുന്നതിനായി ഫിഞ്ച് ഓപ്പൺ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. സ്റ്റാർട്ട് കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും കൊളാഷിലേക്ക് വേണ്ട ഇമേജുകളെല്ലാം ഒന്നൊന്നായി സെലക്ട് ചെയ്യുക. ഇവിടെ നാം 21 ഇമേജുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ കൊടുക്കുക. ഷേപ്പ് സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ, ബാർ, സ്ക്വയർ സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അഡ്ജസ്റ്റ് സെലക്ട് ചെയ്യുക. സൈസ് ഓഫ് ഫോട്ടോസ് 100 ആക്കി മാറ്റുക. സ്പേസ് ബിറ്റ്വീൻ ഫോട്ടോസ് 0 ആക്കി മാറ്റുക. അതുപോലെ തന്നെ ആക്യുറസി ലെവലും 0 ആക്കി മാറ്റുക. ഓക്കെ കൊടുക്കുക. ഫോട്ടോ കൊളാഷ് റെഡി ആയിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ കൊളാഷ് നിങ്ങളുടെ ഫോട്ടോ ഗാലറിയിൽ സേവ്ഡ് ആയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാം. ടൈം മാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് അസസിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഫിഞ്ച് ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം ക്രിയേറ്റ് ചെയ്ത ഫോട്ടോ കൊളാഷ് ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോപ്പിംഗ് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് മാസ്ക് ഫംഗ്ഷൻസ് എനേബിൾ ചെയ്യുക. സ്ക്വയർ ഷേപ്പ് തന്നെയാണ് നമുക്ക് വേണ്ടത്. കൊളാഷിന്റെ ഇരുവശത്തെയും വൈറ്റ് പോർഷനുകൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് കൊളാഷ് മാത്രമായി ക്രോപ്പ് ചെയ്തെടുക്കുക. ഒരു റോയിൽ 2 ഇമേജുകൾ മാത്രമായി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന വിധം കൊളാഷ് എൻലാർജ് ചെയ്ത് വെക്കുക. ഇവിടെ കൊളാഷ് വേണ്ട രീതിയിൽ എൻലാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ടൈം ലൈനിൽ നിന്നും ഈ 2 ലെയറുകളുടെയും ഡ്യൂറേഷൻ വീഡിയോയ്ക്ക് വേണ്ട ലെങ്തിലേക്കായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ടൈം ലൈനിന് മുന്നിലെത്താം. ടൈം ലൈനിന്റെ മീനിങ്ങിൽ നിന്നും കർസർ ഇതുപോലെ ഒരു ചെറിയ ദൂരം മുന്നോട്ട് വെക്കുക. ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ആനിമേഷന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മാർക്ക് ചെയ്യുന്നതിനായി ഈ ആനിമേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കർസർ ഇമേജ് ലെയറിന്റെ എൻഡിങ്ങിൽ കൊണ്ടുവന്ന് വെക്കുക. സ്ക്രീനിൽ നിന്നും ഇമേജ് ഈ രീതിയിൽ മുകളിലേക്ക് ഉയർത്തി വെക്കുക. ടൈം ലൈനിന് മുന്നിലെത്താം. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. സാച്ചുറേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജിന്റെ സാച്ചുറേഷൻ ലെവൽ മാക്സിമം കുറച്ചു വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ട്രാൻസ്പെറന്റ് ഷാഡോ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ എഡിറ്റിംഗിനായി ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം എല്ലാവിധ മെറ്റീരിയൽസുമായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്ക്രീനിൽ നിന്നും ഈ ലെയർ ഫോട്ടോ കൊളാഷിന് ഇരുവശവുമായി ബ്ലാക്ക് ഷാഡോ വരുന്ന രീതിയിൽ എൻലാർജ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ടോൺഡ് പേപ്പർ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജ് ലെയർ സ്ക്രീനിന്റെ മധ്യഭാഗത്തു നിന്നും ഒരല്പം താഴെയായി കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷന് മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള റീഡ് സ്ക്രീൻ ലവ് ഹാർട്ട് ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജ് ടോൺ ടു പേപ്പർ ഇമേജിന് മുകളിൽ കൊണ്ടുവന്ന് റൈറ്റ് സൈഡിലായി സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിൻഡോ ക്ലോസ് ചെയ്ത് പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. ടൈം ലൈനിൽ നിന്നും ഏറ്റവും മുകളിലത്തെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ലെയർ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ലെയറുകളും ഒന്നൊന്നായി ഡിലീറ്റ് ചെയ്ത് കളയുക. നിങ്ങളുടെ കൈൻമാസ്റ്റർ ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫംഗ്ഷൻസ് എനേബിൾ ചെയ്യുക. ഈ കളർ ഇവിടെ ഗ്രീൻ കളർ തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെംപ്ലേറ്റിലുള്ള ഗ്രീൻ കളർ നമുക്ക് വേണ്ട വിധം ഇല്ലാതെയായിട്ടുണ്ട്. ലവ് ഹാർട്ട് മാസ്കിനുള്ളിൽ വരേണ്ടതായ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഇമേജ് മാസ്കിനുള്ളിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മറ്റുള്ള ലെയറുകളുടെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള കലണ്ടർ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജ് ടോൺ
ബോൾഡ് പേപ്പറിന്റെ മുകളിൽ ലെഫ്റ്റ് സൈഡിലായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള സിംഗിൾ ലവ് ഹാർട്ട് ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജ് നിങ്ങൾക്ക് വേണ്ട ഡേറ്റിന് മുകളിലായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ബാക്ക്വേർഡ് കൊടുക്കുക. ഈ 2 ലെയറുകളുടെയും ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഏതെങ്കിലും ഒരു ഇമോജി സെലക്ട് ചെയ്യുക. ഈ ഇമോജി ഇൻസെർട്ട് ഇമേജിന് താഴെയായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓവറോൾ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്ത് ലിങ്ക് സ്ലോ കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള PNG ഫോർമാറ്റിലുള്ള ഹാപ്പി ബർത്ത്ഡേ ടെക്സ്റ്റ് ലെയർ ഓപ്പൺ ചെയ്യുക. ഈ ലെയർ സ്ക്രീനിന് താഴെ ലെഫ്റ്റ് സൈഡിലായി കൊണ്ടുവന്ന സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. വൈപ്പ് ഡൗൺ കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ സ്പീഡ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. വീഡിയോ പ്ലേ ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ ടെക്സ്റ്റ് ആനിമേഷൻ അവസാനിക്കുന്നിടത്തായി പോസ് ചെയ്യുക. ടെക്സ്റ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട പേര് എൻ്റർ ചെയ്യുക. ഈ ടെക്സ്റ്റ് ലെയർ ഇവിടെ നിന്നും സ്ക്രീനിന് താഴെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ സ്പീഡ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും കളർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റിന് അനുയോജ്യമായ ഒരു കളർ സെലക്ട് ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും ഫ്ലോ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഫ്ലോ ഫംഗ്ഷൻസ് എനേബിൾ ചെയ്യുക. ഫ്ലോ കളർ ഇത് തന്നെ ആയിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്പ്രെഡ് ലെവൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. ടൈം ലൈനിൽ വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.